ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ലേണിംഗ് NMMS. സോ നിങ്ങളുടെ NMS പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് എക്സ്പെക്ട് ചെയ്യാണ്. ഇന്നത്തെ മാറ്റിന്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലോക്സ് ആൻഡ് കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ NMS സംബന്ധിച്ചിടത്തോളം അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക് അല്ല എങ്കിൽ പോലും ഇൻ കേസ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടോപ്പിക് പഠിക്കുന്നതിലൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ക്ലോക്കിന്റെ കേസാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ക്ലോക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു മിനിറ്റിൽ നമ്മുടെ മിനിറ്റ് ഹാൻഡും അതുപോലെ തന്നെ അവർ ഹാൻഡും എത്ര ഡിഗ്രി അല്ലെങ്കിൽ എത്ര ആംഗിൾ കവർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ മിനിറ്റ് ഹാൻഡിന്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആദ്യം നമ്മൾ മിനിറ്റ് ഹാൻഡിന്റെ കേസ് കൺസിഡർ ചെയ്യാണ്. മിനിറ്റ് ഹാൻഡ് 1 ഹവറിലാണെങ്കിൽ എത്ര ആംഗിൾ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക? 360 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ 12ന്റെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു മണിയാണെന്നുണ്ടെങ്കിൽ അവിടെ മിനിറ്റ് ഹാൻഡ് 12ന്റെ അവിടെ ഉണ്ടാവുക. ഒരു മണിക്കൂറിൽ എന്ത് ചെയ്യും? ഫുള്ള് കറങ്ങിയിട്ട് എന്ത് ചെയ്യും? അവിടെ തന്നെ റിട്ടേൺ എത്തും. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക? ഒരു മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡ് ട്രാവൽ ചെയ്യുക. അപ്പോൾ 1 ഹവറിൽ 360 ഡിഗ്രി, ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 360 ഡിഗ്രി ആണ് കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഹവറിൽ 360 ആണെങ്കിൽ ഒരു മിനിറ്റിൽ എത്രയാണെന്ന് പറയാൻ പറ്റും? 360 ഡിവൈഡഡ് ബൈ 60, അതായത് 6 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ആണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഡിവൈഡഡ് ബൈ 60 ചെയ്തത്? നമുക്കറിയാവുന്നതാണ്. ഒരു ഹവർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിൽ 60 മിനിറ്റ് ആണുള്ളത്. അപ്പൊ ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? 6 ഡിഗ്രി ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അവർ ഹാൻഡിന്റെ കേസ്, അവർ ഹാൻഡ് ഒരു മിനിറ്റിൽ എത്ര ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു ക്ലോക്ക് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ 12, ഇവിടെ 3, ഇവിടെ 9, ഇവിടെ 6. ഇപ്പോൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒരു മണിയിൽ നിന്ന് ക്ലോക്ക് എന്ത് ചെയ്യാണ്? 2 മണിയിലോട്ട് പോവാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന അവർ ഹാൻഡ് എന്ത് ചെയ്യും? 2 മണിയുടെ അല്ലെങ്കിൽ 2ന്റെ ഭാഗത്തോട്ട് വരും. ഓക്കെ, അപ്പൊ ഒരു മണിക്കൂറിൽ ഈ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഇത്രയും ആംഗിൾ ആണ് എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നത്. ഒരു മണിക്കൂറിൽ എത്രയായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക? 1 ഹവറിൽ 360 ഡിവൈഡഡ് ബൈ 12. എങ്ങനെ 360 ഡിവൈഡ് ബൈ 12 വരുന്നത്? അവിടെ ആ ഒരു ടോട്ടൽ ഹവേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12 ഈക്വൽ പോർഷൻസ് ആക്കിയിട്ട് മുറിക്കാൻ പറ്റും. അതായത് 1ന്റെയും 2ന്റെയും 3ന്റെയും ഇടാം, അതുപോലെ തന്നെ 3ന്റെയും 4ന്റെയും, അങ്ങനെ ഓരോന്നും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ 12 ഈക്വൽ പോർഷൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് 360 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ 30 ഡിഗ്രി ആണ് ഒരു ഹവറിൽ എന്ത് ചെയ്യുക? അവർ ഹാൻഡ് കവർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ മണിക്കൂർ സൂചി കവർ ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഹവറിൽ 30 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റിൽ കാണണം. ഒരു മിനിറ്റിൽ എത്രയായിരിക്കും? 30 ഡിവൈഡഡ് ബൈ 60, അതായത് ഹാഫ് ഡിഗ്രി, അര ഡിഗ്രി അല്ലെങ്കിൽ ഹാഫ് ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമാണല്ലോ. മിനിറ്റ് ഹാൻഡ് എത്രയാണ് കവർ ചെയ്യുക? 6 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ അവർ ഹാൻഡ് ആണെങ്കിൽ അവിടെ ഹാഫ് ഡിഗ്രി ആയിരിക്കും കവർ ചെയ്യുക. ഏതിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്? ഒരു മിനിറ്റിലുള്ള കാര്യമാണ് പറയുന്നത്. ഒരു മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് ആണെങ്കിൽ 6 ഡിഗ്രിയും അതുപോലെ തന്നെ അവർ ഹാൻഡ് ആണെങ്കിൽ അവിടെ ഹാഫ് ഡിഗ്രി ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം പറയുന്നത്, ഇനി 12 മണിക്കൂർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് രാവിലെ ഒരു 9 മണി മുതൽ വൈകുന്നേരം എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ രാത്രി ഒരു 9 മണി വരെ കൺസിഡർ ചെയ്യാണ്. 12 മണിക്കൂർ സമയം നമ്മൾ കൺസിഡർ ചെയ്യാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിഡ് നൈറ്റ് 12 മണി മുതൽ ഉച്ചക്ക് ഒരു നൂൺ 12 മണി വരെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു 12 മണിക്കൂർ കൺസിഡർ ചെയ്യാണ്. ആ ഒരു സമയത്ത് 0 ഡിഗ്രി വിത്ത് ഈച്ച് അതർ 11 ടൈംസ്. എന്താ മീൻ ചെയ്യുന്നത്? അതായത് രണ്ട് ഹാൻഡും തമ്മിൽ 0 ഡിഗ്രി എത്ര സമയം ആവും അല്ലെങ്കിൽ എത്ര ടൈംസ് ആവും? അതായത് ഇങ്ങനെ വരിക, ഇത് അവർ ഹാൻഡ്, അതിന്റെ ഒപ്പം തന്നെ മിനിറ്റ് ഹാൻഡും വരിക. രണ്ടും കൂടി ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ വരിക, ഒപ്പിച്ച്, അതായത് ആംഗിൾ 0 ഡിഗ്രി. ആ രൂപത്തിൽ 11 ടൈംസ് ആവും. അതായത് ഇപ്പോ 12 മണി ആവുന്ന സമയത്ത് രണ്ട് ആംഗിളും കൂടി എന്ത് ചെയ്യും? രണ്ട് ഹാൻഡും കൂടി എന്ത് ചെയ്യും? ഒട്ടി നിൽക്കുമ്പോൾ അവിടെ ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഒരു 12 മണിക്കൂർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ 11 ടൈംസ് എന്ത് ചെയ്യും? ഇങ്ങനെ ആംഗിൾ 0 ആയിട്ട് നിൽക്കും, അവിടെ കോയിൻസിഡന്റ് ആയിട്ട് നിൽക്കും പറയുന്നത്. ഇനി 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ജസ്റ്റ് നോക്കുക. അവർ ഹാൻഡ് ഇവിടെയാണെങ്കിൽ മിനിറ്റ് ഹാൻഡ് അതിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് 180 ഡിഗ്രി രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്ന രൂപത്തിൽ. ഇങ്ങനെ എത്ര ടൈംസ് വരും? ഇതും 11 ടൈംസ് ആണ് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ജസ്റ്റ് നോക്കുക, 0 ഡിഗ്രി 11 ടൈംസ് ആണ്, 180 ഡിഗ്രിയും 11 ടൈംസ് ആണ്. ഇൻ എ പീരീഡ് ഓഫ് 12 ഹവേഴ്സിന്റെ കേസ് ആണ് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഏത് ആംഗിൾ ആയിക്കോട്ടെ, ഇപ്പൊ 90 ഡിഗ്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് ആംഗിൾ ആയിക്കോട്ടെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു 137 എടുത്തോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 85 എടുത്തോ, വേറെ ഏത് ആംഗിൾ എടുത്തോ, അതൊക്കെ തന്നെ 22 ടൈംസ് വരും. 0യും അതുപോലെ തന്നെ 180 മാത്രമാണ് 11 ടൈംസ് എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കുക. ബാക്കിയുള്ള ആംഗിൾ ഒക്കെ തന്നെ എന്ത് വരും 22 ടൈംസ് വരുന്നുണ്ടായിരിക്കും. അതായത് 0 മുതൽ 360 വരെയുള്ള വേറെ ഏത് ആംഗിൾ എടുത്തു കഴിഞ്ഞാലും 360 നമുക്ക് 360 എന്ന് പറഞ്ഞാലും 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി സെയിം തന്നെയാണ് അല്ലേ. നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ജസ്റ്റ് കൺസിഡർ ചെയ്യുക, കോയിൻസിഡന്റ് ആവുക എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്താൽ 360 ആണ്. അപ്പൊ 0 എന്ന് പറഞ്ഞാലും 360 എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി അവിടെ സെയിം തന്നെയാണ് എന്ത് ചെയ്യുക നമുക്ക് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ അല്ലേ. അപ്പൊ ആ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ തന്നെ 22 ടൈംസ് ആണ് ഇൻ എ പീരീഡ് ഓഫ് 12 അവേഴ്സ് ഒരുമിച്ച് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ അവർ ഹാൻഡിന്റെയും അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിളിനെ കുറിച്ചാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തത് സംസാരിച്ചത്. ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലോട്ട് നമ്മൾ കിടക്കുന്നത്. നിങ്ങളോട് പറയാണ് ഒരു സ്പെസിഫിക് ടൈം പറഞ്ഞു, എക്സാമ്പിൾ ആയിട്ട് ഒരു 2:20 ആണ് ഇപ്പൊ സമയം എന്ന് നിങ്ങളോട് പറയാണ്. AM ആയിക്കോട്ടെ PM ആയിക്കോട്ടെ, ക്ലോക്ക് ആവുന്ന സമയത്ത് അല്ലെ, ക്ലോക്ക് ആവുന്ന സമയത്ത് നമുക്ക് അവിടെ AM PM എന്തല്ല അവിടെ അങ്ങനെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമല്ല. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മുടെ നോർമൽ സൂചികളൊക്കെ ഉള്ള ആ ക്ലോക്കിനെ കുറിച്ചിട്ടാണ്, അല്ലാതെ ഒരു ഡിജിറ്റൽ ക്ലോക്കിനെ കുറിച്ചല്ല. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങളോട് പറയാണ് സമയം 2:20 ആണ്. അങ്ങനെയാണെങ്കിൽ അവർ ഹാൻഡിന്റെയും മിനിറ്റ് ഹാൻഡിന്റെയും ഇടയിലുള്ള കോൺ അളവ് എത്ര, അല്ലെങ്കിൽ ആംഗിൾ എത്ര, അല്ലെ, കോണിന്റെ മെഷർ എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് തീറ്റ ഇസ് ഈക്വൽ ടു 11/2 m മൈനസ് 30h, അല്ലാന്നുണ്ടെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു 30h മൈനസ് 11/2 m. ഓക്കെ, അപ്പൊ തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആംഗിൾ ആണ്, തീറ്റ ഉദ്ദേശിക്കുന്നത് ആംഗിൾ ആണ്. എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആണ്, ഹവർ എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞാൽ ഹവർ ആണ്. ഇപ്പൊ 2:20 എന്നുള്ള സമയത്തിനാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എമ്മിന്റെ പകരമായിട്ട് 20, മിനിറ്റ് 20 അല്ലേ, അതുപോലെ തന്നെ ഹവർ 2 അല്ലേ, 2:20 ആ രൂപത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ 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 എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു സംഭവം തന്നെ ലോജിക്കലായിട്ട് പല ഡിഫറെന്റ് രീതിയിൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഈസി ആയിട്ട് ഫാസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, 11/2 m മൈനസ് 30h ഉണ്ട്, 30h മൈനസ് 11/2 m ഉണ്ട്. അപ്പൊ ഇത് ഏതൊക്കെ കേസിലാണ് ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഇപ്പൊ രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ഏത് കേസിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഈ രണ്ട് വാല്യൂ എടുക്കുക, 11/2 m വാല്യൂ എത്രയാണെന്നുള്ളതൊന്ന് കണ്ടെത്തുക, അതുപോലെ തന്നെ 30hന്റെ വാല്യൂവും എത്രയാണെന്നൊന്ന് കണ്ടെത്തുക. 11/2 m വാല്യൂ ആണ് വലുത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക, അതായത് വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. ഇനി 30hന്റെ വാല്യൂ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് 11/2 m കുറക്കാം. സിമ്പിൾ പരിപാടി. അപ്പൊ ഏതാണ് ബിഗർ വാല്യൂ അതിൽ നിന്ന് സ്മോളർ വാല്യൂ ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ഹവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് അറ്റ് 3 hours 40 minutes? സമയം എത്രയാണ്? 3:40 ആണ്. ഓക്കെ, സമയം 3:40 ആണ്. മലയാളത്തിൽ ഒന്ന് നോക്കാം. സമയം 3:40 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്രയാണ്? നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു 11/2 m മൈനസ് 30h, അല്ലാന്നുണ്ടെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു 30h മൈനസ് 11/2 m. നമുക്ക് ആദ്യം 11/2 m വാല്യൂ എത്രയാണ് നോക്കാം. 11/2 m ഈക്വൽ ടു 11/2 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ മിനിറ്റ് എത്രയാണ്? ഇവിടെ 40 ആണ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 ഇൻറ്റു 11 ദാറ്റ് മീൻസ് 220 ആണ് വരുന്നുണ്ടാവുക. നമുക്ക് 30hന്റെ വാല്യൂ എത്ര നോക്കാം. 30h ഈക്വൽ ടു 30 ഇൻറ്റു ഹവർ എത്രയാണ് ഇവിടെ? 3 ആണ്. അപ്പോൾ 30 ഇൻറ്റു 3 ദാറ്റ് മീൻസ് 30 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പോൾ ഇവിടെ ബിഗർ വാല്യൂ ഏതാണ്? 220 അല്ലേ, അതായത് 11/2 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ തീറ്റ ഇസ് ഈക്വൽ ടു 11/2 m ദാറ്റ് മീൻസ് 220 ആണ്, മൈനസ് 30hന്റെ വാല്യൂ 90 ആണ്. 220 മൈനസ് 90 എന്ന് പറയുന്നത് 130 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷനിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക. 130 ഡിഗ്രി ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കുക. അപ്പൊ എത്ര എളുപ്പത്തിലാണ് നമുക്ക് ആ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. നിങ്ങളോട് NMSൽ മേ ബി നിങ്ങളോട് ചോദിക്കാം ഡയറക്ട്ലി ഒരു സമയം തന്നിട്ട് അതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്. ഡയറക്ട്ലി ഈ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മാർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 9 and 10 o'clock will both the hands of the clock coincide? ഓക്കെ, മലയാളം ഒന്ന് വായിച്ചു നോക്കാം. 9 മണിക്കും 10 മണിക്കും ഇടയിൽ എപ്പോഴാണ് ക്ലോക്കിലെ രണ്ട് സൂചികളും ഒന്നിച്ച് വരുന്നത്? നോക്കുക,
ഒന്നിച്ച് വരിക എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ നിൽക്കുക, രണ്ടും അടുപ്പിച്ച് ഒട്ടിയിട്ടല്ലേ നിൽക്കുക. ദാറ്റ് മീൻസ് അവിടെ ആംഗിൾ അല്ലെങ്കിൽ കോൺ എത്രയാണ് വരിക, 0 അല്ലേ വരിക. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഒന്നിച്ച് വരിക എന്ന് പറയുമ്പോൾ അവിടെ കോണളവ് അല്ലെങ്കിൽ ആംഗിൾ എത്രയാണ് വരിക, 0 ഡിഗ്രി ആണ് വരിക. ഓക്കെ, അപ്പോ നമ്മളോട് ചോദിക്കാണ് 9 മണിന്റെയും 10 മണിന്റെ ഇടയിൽ. അപ്പൊ എടാ 9 മണിന്റെയും 10 മണിന്റെയും ഇടയിൽ എന്ന് പറയുമ്പോൾ 9 സംതിങ് ആവൂലേ സമയം? 9:30, 9:40, 9:35 അല്ലെങ്കിൽ 10 സംതിങ് ആവോ സമയം? അല്ലെങ്കിൽ 8 സംതിങ് ആവോ? ഇല്ല. അപ്പൊ മണിക്കൂർ എന്താണ്, അല്ലെങ്കിൽ എച്ചിന്റെ വാല്യൂ, ഹവറിന്റെ വാല്യൂ എന്താണ്, 9 ആണെന്ന് നമുക്ക് മനസ്സിലാവും. 9 ചില്ലാനം അല്ലെ, 10-നേക്കാളും മുമ്പാണ്, 9-നേക്കാളും ശേഷമാണ്. അപ്പൊ 9 സംതിങ് ആയിരിക്കും നമുക്ക് സമയം വരുന്നുണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച ഇക്വേഷനിൽ തന്നെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് തീറ്റ ഇസ് ഈക്വൽ ടു 11/2 m മൈനസ് 30 h. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ് അല്ലെ, ആംഗിൾ ആണ് തീറ്റ. അപ്പൊ തീറ്റ ഇവിടെ എത്രയാണ്, 0 ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോയിൻസൈഡ് ചെയ്യാണ്, ദാറ്റ് മീൻസ് ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി എം ആണ് നമുക്ക് കാണേണ്ടത്, മിനിറ്റ് എത്രയാണെന്നാണ് കാണേണ്ടത്. അവർ നമുക്കറിയാം, ഞാൻ പറഞ്ഞു 9 സംതിങ് ആണ് നമ്മുടെ സമയം വരിക. അപ്പൊ അവർ എത്രയാണ്, 9 ആണ്. 30 × 9. ഓക്കെ, അപ്പൊ 0 ഇസ് ഈക്വൽ ടു 11/2 m മൈനസ് 30 × 9 എന്ന് പറയുന്നത് 270 ആണ്. മൈനസ് 270 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് 270 ആവും. 270 ഈക്വൽ ടു 11/2 m. ഈ 2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 × 270 540 ആണ്. 540 ഈസ് ഈക്വൽ ടു 11 m. അങ്ങനെയാണെങ്കിൽ m ഈസ് ഈക്വൽ ടു, ഇവിടെ 11 × m അല്ലേ, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. m ഈസ് ഈക്വൽ ടു 540 ഡിവൈഡഡ് ബൈ 11. ഓക്കെ, അപ്പൊ ആ ഒരു ആൻസർ ഉണ്ടോ നോക്കാം. ഇല്ല, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ തന്നെ എന്താണ്, നമുക്ക് ഫിക്സ്ഡ് ഫ്രാക്ഷനിലാണ്. നമുക്ക് ഇവിടെ എന്താണ്, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. സോ അതിനൊന്ന് ഡിവൈഡ് ചെയ്യാം, ഫിക്സ്ഡിലേക്ക് ആക്കാം. 540 ഡിവൈഡഡ് ബൈ 11. 54 എത്ര 11 ഉണ്ട്, 4 ആണ്. 4 × 11 44 ആണ്. ബാക്കി 10 വന്നു. ഓക്കെ, ഒരു 0 കൂടി ഉണ്ട്. 100 എത്ര 11 ഉണ്ട്, 9 ആണ്. 9 × 11 99 ആണ്. റിമൈൻഡർ 1 വന്നു. സോ 49 1/11. അതാണല്ലോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. 49 1/11. ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കാം. യെസ്, ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടെ ശരി ഉത്തരമായിട്ട് വരിക. അപ്പൊ ജസ്റ്റ് നോക്കുക, ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എത്ര ഈസി ആയിട്ടാണ് നമുക്കൊരു ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ചോദ്യം കാണുന്ന സമയത്ത് ഭയങ്കര എന്തോ സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, കാര്യം എന്താണ്, വളരെ വളരെ ഈസിയാണ്. ഓക്കെ, ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് മുൻ വർഷങ്ങളിലൊക്കെ NMS വന്നിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മിറർ ഇമേജിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദ്യം പറയുന്നത് ഇഫ് ദ ടൈം ഇൻ എ ക്ലോക്ക് ഈസ് 10 hours 40 minutes then what time does its mirror image show? അതായത് ഒരു ക്ലോക്കിലെ സമയം 10 മണി 40 മിനിറ്റ് ആണെങ്കിൽ അതിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ സമയം നോക്കുക, 10:40 ആണ്. ഇനി അതിന്റെ മിറർ ഇമേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് 11:60 നിന്ന് ഈ ഒരു സമയം ഒന്ന് കുറക്കുക, തന്നിരിക്കുന്ന സമയം ഒന്ന് കുറക്കുക. 10:40 കുറക്കുക, 10:40. ഓക്കെ, 60 നിന്ന് 40 കുറച്ചാൽ 20 ആണ്. ഇനി 11 10 കുറച്ചാൽ 1 ആണ്. അപ്പോൾ 1:20 ആയിരിക്കും നിങ്ങളുടെ ശരി ഉത്തരമായിട്ട് വരിക. 1:20. യെസ്, സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇനി നേരെ തിരിച്ചു ചോദിച്ചാലും, ഇപ്പൊ നിങ്ങളോട് പറയും കണ്ണാടിയിൽ എങ്ങനെയാണ് കാണുന്നത്, അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സമയം എത്രയാണ് എന്ന് ചോദിച്ചാലും നിങ്ങൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. 11:60 നിന്ന് ഈ ഒരു സമയം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യുക. അപ്പൊ ഇതിൽ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ല, നമ്മൾ പകുതി പറഞ്ഞു പോകുന്നത് ശരിയല്ല. നമ്മൾ അതിന്റെ ഫുൾ ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിക്കണം. ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എന്താണത്? ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം 10:40 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം 10:40 ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം ഒരു 11:30 ആണെന്ന് വിചാരിക്കുക. 11:30 ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, 11:30 ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ മിറർ ഇമേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 11:60 നിന്ന് കുറച്ചിട്ട് കാര്യമില്ല. മറിച്ച് നമ്മൾ ഏതിൽ നിന്ന് കുറക്കണം, 23:60 നിന്ന് കുറക്കണം. ഓക്കെ, 23:60 നിന്ന് 11:30 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 അല്ല 12 12:30 കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഞാൻ ചില സമയത്ത് 11:60 എന്നും ചില സമയത്ത് 23:60 എന്നും ഞാൻ എങ്ങനെയാ കുറക്കുന്നത്? എന്താണ് അതിന്റെ ലോജിക്ക്? എന്താ അതിന്റെ ലോജിക്ക് എന്താന്ന് വെച്ചാൽ, ഇൻ കേസ് എനിക്ക് തന്നിരിക്കുന്ന സമയം 11നും 1നും ഇടയിലാണെങ്കിൽ, എനിക്ക് തന്നിരിക്കുന്ന സമയമാണ് ഇവിടെ, എനിക്ക് 10:40 ആണ്. അപ്പൊ 11നും 1നും ഇടയിലാണോ? അല്ല.
ഇവിടെ തന്നിരിക്കുന്ന സമയം എന്താണ്? 11 ഇടയിലാണ്, 11:30 ആണ്. 11നും 1നും ഇടയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 23:60 കുറക്കുക. ഇനി അതല്ലാത്താണെങ്കിൽ 11നും 1നും ഇടയിലല്ലാത്തൊരു സമയമാണെങ്കിൽ എന്ത് ചെയ്യുക? നോർമലി ചെയ്യുന്നത് പോലെ തന്നെ 11:60 കുറക്കുക. ഈ രണ്ട് കേസ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, 11 1നാണെങ്കിൽ 23:60 കുറക്കുക, അതല്ലാത്ത സമയമാണെങ്കിൽ 11:60 ജസ്റ്റ് കുറക്കുക. ഇത്രയാണ് മിറർ ഇമേജിന്റെ കേസിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ക്ലോക്ക് നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ക്ലോക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മിറർ ഇമേജിന്റെ പരിപാടിയും, രണ്ടാമത്തത് നമ്മുടെ ആ ഒരു കോണിന്റെ ആ ഒരു കാര്യവും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. കേസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അത്ര ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയാണ് നമ്മൾ കാലണ്ടറിലോട്ട് വരുന്നത്. അപ്പോൾ കാലണ്ടറിൽ എന്താണ് കാലണ്ടർ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? ഇപ്പോൾ ഓരോ ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കലണ്ടറിന്റെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് അറിയേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ഓഡ് ഡേ എന്ന് പറയുന്നത്. സോ കലണ്ടറിലെ ഓഡ് ഡേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ഞാൻ ജനുവരി എന്നുള്ളൊരു മന്ത് കൺസിഡർ ചെയ്യാണ്. നമുക്കറിയാം ജനുവരിയിൽ എല്ലാ ഇയറിലും 31 ഡേയ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ജനുവരി 31. ജനുവരിയിൽ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ആദ്യത്തെ ഒരാഴ്ച വരും. ഇനി 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ രണ്ടാമത്തെ ഒരാഴ്ച വരും. 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെ മൂന്നാമത്തെ ഒരാഴ്ച വരും. 21-ാം തീയതി മുതൽ 28-ാം തീയതി വരെ നാലാമത്തെ ഒരാഴ്ച വരും. ഈ 4 ആഴ്ചകൾ കഴിഞ്ഞാൽ ഇനി ഒരു ആഴ്ച മുഴുവനാക്കാൻ വേണ്ടിയിട്ട് ജനുവരിയിൽ ദിവസങ്ങൾ ബാക്കിയുണ്ടോ? ഇല്ല. കാരണം ഇനി ഒരാഴ്ച മുഴുവനാക്കണമെങ്കിൽ 35 ദിവസങ്ങൾ വേണം. പക്ഷേ ആകെ 28 ദിവസങ്ങളേ ഉള്ളൂ. ബാക്കി അവിടെ എത്ര ദിവസമുണ്ട്? 3 ദിവസമുണ്ട്. അത് 29-ാം ദിവസം, 30-ാം ദിവസം, 31-ാം ദിവസം. ഈ 3 ഡേ ആണ് ഓഡ് ഡേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ ഒരു വീക്ക് ഫില്ല് ചെയ്തിട്ട്, ഒരു വീക്ക് ആവട്ടെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വീക്ക് ആവട്ടെ, വീക്കുകൾ ഫില്ല് ചെയ്തിട്ട് ബാക്കി വരുന്ന റിമൈൻഡർ ഡേയ്സ് ഇല്ലേ, അത് എത്രയുണ്ടോ അത്രയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓഡ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി നമ്മളൊരു ലീപ്പ് ഇയറിന്റെ കേസും അതുപോലെ തന്നെ നോൺ ലീപ്പ് ഇയറിന്റെ കേസും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഇപ്പൊ ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ 366 ദിവസങ്ങളാണ് ഉണ്ടാവുക. ലീപ്പ് ഇയറിൽ 366 ദിവസമാണ് ഉണ്ടാവുക. നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ അവിടെ 365 ദിവസങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ ഈ 66-ാമത്തെ ഡേ ഏത് മന്തിലാണ് വരുന്നത്? ഫെബ്രുവരിയിലെ 29-ാമത്തെ ദിവസമായിട്ടാണ് വരുന്നത്. അപ്പോ നോൺ ലീപ്പ് ഇയറിൽ നമുക്ക് എത്ര ഓഡ് ഡേ ആണുള്ളത് നോക്കാം. ഓഡ് ഡേ 1 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം 35 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് മീൻസ് 350യും 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. സോ 350 നെക്സ്റ്റ് അതിലേക്ക് 7 ആഡ് ചെയ്യുമ്പോൾ 357, വീണ്ടും 7 ആഡ് ചെയ്യുമ്പോൾ 364 വരെ വീക്ക് ഫില്ല് ആവുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര ദിവസം ഉണ്ട്? ഒരു ദിവസം, 365-ാം ദിവസം. സോ ഒരു ഓഡ് ഡേ. ഇവിടെ ആണെങ്കിൽ ലീപ്പ് ഇയർ ആണെങ്കിൽ അവിടെ 2 ഓഡ് ഡേ ഉണ്ടാവും. 365-ാം ദിവസം, 366-ാമത്തെ ദിവസം. സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേ, അതുപോലെ തന്നെ നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ 1 ഓഡ് ഡേ. ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇയർ ലീപ്പ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? നിങ്ങൾക്ക് ഒരു ഇയർ തന്നു, ആ ഇയർ എന്ന് പറയുന്നത് ലീപ്പ് ആണോ നോൺ ലീപ്പ് ആണോ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? നിങ്ങൾ ജസ്റ്റ് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ഇയർ തന്നെയാണ് 2004. നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ലീപ്പ് ആണോ നോൺ ലീപ്പ് ആണോ? അപ്പൊ അതിനെ ജസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും ഇല്ലാതെ കറക്റ്റ് നിങ്ങൾക്ക് ഡിവിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. അതെന്താണ്? ലീപ്പ് ഇയർ ആണ്. പക്ഷേ അതിലൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഇപ്പോ 1900 എന്ന് പറഞ്ഞ ഒരു ഇയർ കൺസിഡർ ചെയ്യാം. ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഡിവിസിബിൾ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല, റിമൈൻഡർ ഒന്നും തന്നെ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ചിട്ട് ഇത് എന്താവണം? ഇത് ലീപ്പ് ഇയർ ആവണം. പക്ഷെ ഇത് എന്തല്ല? ഇത് ലീപ്പ് ഇയർ അല്ല, ഇത് നോൺ ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് സെഞ്ചുറി ഇയർ ആണ്. അത് 1900, 1800, 2000, 2300 എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് 2 സീറോസ് വരുന്നത് അത് സെഞ്ചുറി ഇയേഴ്സ് ആണ്. സെഞ്ചുറി ഇയേഴ്സ് വരുന്ന കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെഞ്ചുറി ഇയേഴ്സ് 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഓക്കെ, സെഞ്ചുറി ഇയേഴ്സ് വരുന്ന സമയത്ത് അത് 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. പാർട്ട് സെഞ്ചുറി നോക്കുന്ന സമയത്ത് 1800 എന്തല്ല? ലീപ്പ് ഇയർ അല്ല. പക്ഷെ 2000 എന്താണ്? ലീപ്പ് ഇയർ ആണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ,
ഇനി നെക്സ്റ്റ് കാര്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ കൺസിഡർ ചെയ്യാം. അതായത് AD1 ഇപ്പൊ 2025-26 ആ ഒരു റേഞ്ചിലാണ് ഇപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇയർ കൺസിഡർ ചെയ്യാം. 2025 വർഷങ്ങൾക്കൊക്കെ മുന്നേ ഉള്ള, അല്ലെങ്കിൽ 2024 വർഷങ്ങൾക്കൊക്കെ മുന്നേ ഒന്നാമത്തെ വർഷം. ആ ഒന്നാമത്തെ വർഷം മുതൽ 100ാമത്തെ വർഷം വരെ എത്ര ഓഡ് ഡേയ്സാ? 5 ഓഡ് ഡേയ്സ് ആണ്. ഓക്കെ, ആ ഫസ്റ്റത്തെ 100 വർഷങ്ങൾ ടോട്ടൽ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. അപ്പൊ അവിടെ 5 ഓഡ് ഡേയ്സ് ആണ്. അതിന്റെ കാൽക്കുലേഷനിലോട്ട് ഞാൻ പോകുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. 1 to 100 എന്താണ്? 5 ഓഡ് ഡേയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 to 200 എത്രയായിരിക്കും? 10 ഓഡ് ഡേയ്സ് ആയിരിക്കും. അപ്പൊ 10 ഓഡ് ഡേ എന്ന് പറയുന്ന സംഭവം പോസിബിൾ ആവോ? ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വീക്ക് ഫില്ലായിട്ട് ബാക്കിയുള്ള ദിവസം. ഓക്കെ, അപ്പൊ 10 എന്ന് പറയുമ്പോൾ അതിൽ 1 മുതൽ 7 വരെ ഒരു വീക്ക് ഫിൽ ആയിക്കൂടെ? അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ബാക്കി 3 ഓഡ് ഡേ ആയിരിക്കും. 3 ഓഡ് ഡേ. ഇനി 1 to 300 അപ്പൊ എത്രയായിരിക്കും? 5, 10, അപ്പൊ അടുത്തത് 15 ആയിരിക്കും. പക്ഷെ 15 ഓഡ് ഡേ പോസിബിൾ ആണോ? അല്ല. 7 വരെ ഒരു വീക്ക് ഫില്ലായി, 14 വരെ രണ്ടാമത്തെ വീക്ക് ഫില്ലായി. അപ്പൊ ബാക്കി ഒരു ഡേ ആണുള്ളത്, 1 ഓഡ് ഡേ. ഇനി 1 മുതൽ 400 വരെ നിങ്ങൾ പറയും ഇവിടെ 20 അല്ലേ എന്ന് പറയും, അല്ലെ? 5, 10, 15, 20. പക്ഷെ 20 ഓഡ് ഡേ അല്ല വരിക, മറിച്ച് 21 ഓഡ് ഡേ ആണ് വരിക. കാരണം ഇവിടെയൊക്കെ തന്നെ ഈ 100ാമത്തെ വർഷം ലീപ്പാണോ? നമ്മൾ നേരത്തെ പറഞ്ഞു സെഞ്ചുറി ഇയേഴ്സിന്റെ കേസിൽ 400 ഡിവിസിബിൾ ആണോ? 100ാമത്തെ ഇയർ ലീപ്പല്ല. 200ാമത്തെ ഇയർ ലീപ്പാണോ? അല്ല. 300ാമത്തെ ഇയർ ലീപ്പാണോ? അല്ല. പക്ഷെ ഇവിടെ 400ാമത്തെ ഇയർ എന്താണ്? ലീപ്പാണ്. അപ്പൊ നോർമലി 20 ഉള്ളതിനോട് കൂടെ ഒരു ഡേയും കൂടി എക്സ്ട്രാ വരും, അത് ലീപ്പ് ഇയർ ആയതുകൊണ്ട്. അപ്പൊ 21 ആവും. 21 എന്ന് പറയുമ്പോൾ എന്താണ്? 7, 14, 21. കറക്റ്റ് 7ന്റെ മൾട്ടിപ്പിൾ ആണ് 0 ഓഡ് ഡേ. 0 ഓഡ് ഡേയ്സ്. അപ്പൊ നോക്കുക, 1 മുതൽ 400 വരെയുള്ള വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, 1 മുതൽ 400 വരെയുള്ള വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ 0 ഓഡ് ഡേ ആണ്. ഈ ഒരു ഡാറ്റ നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഞാൻ എന്ത് ചെയ്തത്? പഠിപ്പിച്ചത്. അത് ഇൻഡെപ്ത് കാൽക്കുലേഷനിലോട്ട് പോയിട്ടില്ല. നമ്മൾ 1 മുതൽ 100 വരെയുള്ള വർഷങ്ങളിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട്, എത്ര നോൺ ലീപ്പ് ഇയർ ഉണ്ട്, അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓഡ് ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ ഇൻഡെപ്ത് കാൽക്കുലേഷനിലോട്ട് ഞാൻ ജസ്റ്റ് പോയിട്ടില്ല. ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ? ജസ്റ്റ് ആ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാനുവലി ചെയ്ത് നോക്കാം. എത്ര ലീപ്പ് ഇയർ, എത്ര നോൺ ലീപ്പ് ഇയർ, അതിനെ ബേസ് ചെയ്തിട്ട് ടോട്ടൽ ഓഡ് ഡേയ്സ് കണ്ടെത്തുക. അതിൽ 7ന്റെ മൾട്ടിപ്പിൾസ് ഒഴിവാക്കി റിമൈൻഡർ മാത്രം എടുത്ത് നിങ്ങൾക്ക് 5 തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? ആൻസർ കിട്ടുന്നുണ്ടാവുക. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. If you were born on 14th April 1992, which was a Sunday, then on which day of the week does your birthday fall in 1993? Just നോക്കുക, 1992 ഏത് ദിവസമാണ്? April 14. April 14 അതെന്ത് ദിവസമാണ്? സൺഡേ അല്ലേ? അതായത് ഒരു ഞായറാഴ്ചയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1993 നിങ്ങളുടെ ബർത്ത്ഡേ ഏത് ദിവസമായിരിക്കും? അതായത് 1993 ഏപ്രിൽ 14 ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്, അല്ലെ? മലയാളത്തിൽ നോക്കുന്ന സമയത്ത് 1992 ഏപ്രിൽ 14 ഞായറാഴ്ചയാണ് എങ്കിൽ, ഞായറാഴ്ചയാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ 993 നിങ്ങളുടെ ജന്മദിനം ഏത് ദിവസമായിരിക്കും? ഓക്കെ, സിമ്പിൾ. അപ്പോ കൺസിഡർ ചെയ്യാം, ഇവിടുന്ന് കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞതല്ലേ ഇത്? ഇവിടെ 92, ഇവിടെ 93, ഡേറ്റ് സെയിം ആണ്. അപ്പൊ കറക്റ്റ് ഒരു വർഷം കഴിയാന്ന് പറയുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും? ഒന്നിക്ക് 365 അല്ലെങ്കിൽ 366. കാരണം ലീപ്പ് ഇയറിന്റെ ഒരു കേസ് അവിടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് 366 ദിവസങ്ങൾ ഉണ്ടാവും. ലീപ്പ് ഇയറിന്റെ കേസ് വരുന്നില്ലെങ്കിൽ 365 ദിവസങ്ങളായിരിക്കും. ഇവിടെ 92 ഒരു ലീപ്പ് ഇയർ ആണ്. പക്ഷേ ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ തന്നെ, 92 ലീപ്പ് ഇയർ ആണെങ്കിൽ തന്നെ അവിടെ February 29 ആ ഒരു ഡേറ്റ് അല്ലേ ലീപ്പ് ഇയർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്? അവിടെ എഫക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഏപ്രിലിനല്ലേ തുടങ്ങുന്നുള്ളൂ. 92 ലീപ്പ് ഇയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 366 ദിവസം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടുത്തെ ഫെബ്രുവരി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. നമ്മൾ ഏപ്രിൽ മുതൽ അങ്ങോട്ടേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഫെബ്രുവരി ഓൾറെഡി കഴിഞ്ഞു പോയി, നമ്മൾ ഇനി മുന്നോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ എന്തില്ല? 366 ദിവസങ്ങൾ എടുക്കേണ്ടതില്ല, 365 ഡേയ്സ് എടുത്താൽ മതി. 365 ഡേയ്സ് എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. 365 ഡേയ്സ് അല്ലെങ്കിൽ ഒരു നോർമൽ ഇയറിൽ, നോൺ ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേ ഉണ്ട് നമ്മൾ പഠിച്ചത്? ഒരു ഓഡ് ഡേ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. സോ ഇത് സൺഡേ ആണെങ്കിൽ അതിലേക്ക് ഒരു ഡേ കൂട്ടിക്കും, സൺഡേ ആയിരിക്കും റൈറ്റ് ആൻസർ വരും. എത്ര ഓഡ് ഡേ ഉണ്ടോ അതിനനുസരിച്ച് ഇങ്ങനെ ആഡ് ചെയ്തു പോകും. 2 ഓഡ് ഡേ ആണെങ്കിൽ സൺഡേയിലേക്ക് 2 ഡേ കൂട്ടുക. മൺഡേ ട്യൂസ്ഡേ ആയിരിക്കും ആൻസർ. ഈ 3 ഓഡ് ഡേ ഉണ്ടെങ്കിലോ വെനസ്ഡേ ആയിരിക്കും. ഈ 5 ഉണ്ടെങ്കിലോ ജസ്റ്റ് നോക്കുക, സൺഡേ
അപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആയിരിക്കും. ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓൺ വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഡസ് 4th ജൂൺ 2001 ഫോൾ? 2001 ജൂൺ 4 ഏത് ദിവസമാണ്? ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് നോക്കാം അല്ലേ? ഇങ്ങനെയുള്ള ഇപ്പം നിങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം അതേത് ദിവസമാണെന്നുള്ളത്. ഗൂഗിൾ നോക്കിയാൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സാധനം പഠിക്കാനാണ്, അല്ലെങ്കിൽ ഇത് പഠിക്കാനാണ്. ഈ ഒരു കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഒരു ഡേറ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തു, എന്നിട്ട് രണ്ടാമത്തതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഡയറക്ട്ലി നിങ്ങളോട് എന്ത് ചെയ്യാണ്? ഒരു ഡേറ്റ് ചോദിക്കും. അപ്പോൾ ഈ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഇത് പഠിച്ചത്. അതായത് 1 മുതൽ 400 വരെ, 1 മുതൽ 300 വരെ വർഷങ്ങളിലൊക്കെ എത്ര ഓഡ് ഡേ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നോക്കാം. എനിക്ക് കാണാനുള്ള ഡേറ്റ് ഏതാന്ന് നോക്കാം. 4th ജൂൺ 2001. 4th ജൂൺ 2001. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 മുതൽ 400 വർഷങ്ങളിൽ എത്ര ഓഡ് ഡേ ആയിരിക്കും? 0 ഓഡ് ഡേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 401 മുതൽ 800 വരെയും 0 ഓഡ് ഡേ ആയിരിക്കും. 1200 വരെയും 0 ഓഡ് ഡേ ആയിരിക്കും. 1600 വരെയും 0 ഓഡ് ഡേ ആയിരിക്കും. 2000 വരെയും 0 ഓഡ് ഡേ ആയിരിക്കും. അപ്പോൾ 2000 വരെ 0 ഓഡ് ഡേ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് ഓട് നോക്കിയാൽ മതി. 2001 ജനുവരി. 2001 ജനുവരിയിൽ എത്ര ഓഡ് ഡേ ആണ്? ജനുവരി മാസം എത്ര ഓഡ് ഡേ ഉണ്ട്? 3 ഓഡ് ഡേ. ഫെബ്രുവരി നോൺ ലീപ്പ് ഇയർ ആണ്. 2001 നോൺ ലീപ്പ് ഇയർ ആണ്. സോ 28 ഡേയ്സ് ആണ് ഉണ്ടാവുക. 0 ഓഡ് ഡേ. മാർച്ച് വീണ്ടും 3 ഓഡ് ഡേ. ഏപ്രിൽ 2 ഓഡ് ഡേ. കാരണം 30 ദിവസമാണ്. ദാറ്റ് മീൻസ് 2 ഓഡ് ഡേ. മെയ് എത്രയാണ്? 3 ഓഡ് ഡേ. ജൂൺ ഫുള്ളായിട്ട് എടുക്കണ്ട. ജൂൺ 4 വരെ ഉള്ളൂ. 4 വരെ നോക്കുന്ന സമയത്ത് എത്ര ഓഡ് ഡേ? 4 ഓഡ് ഡേ. ജൂൺ 4. ഇതെല്ലാം കൂടെ സ്റ്റാർട്ട് ചെയ്യാം. 3 + 3 6, 6 + 3 9, 9 + 2 11, 11 + 4 15. 15 ഓഡ് ഡേ ആണ്. 15 ഓഡ് ഡേ പോസിബിൾ ആവുമോ? ഇല്ല. 7ന്റെ മൾട്ടിപ്പിൾസ് ഒഴിവാക്കാം. 7 14 വരെ ഒഴിവാക്കാം. ബാക്കി 1 ഓഡ് ഡേ. 1 ഓഡ് ഡേ ആണ് കിട്ടുന്നത്. അപ്പോൾ 1 ഓഡ് ഡേ ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? മൺഡേ ആയിരിക്കും. 2 ആണെങ്കിലോ നമ്മുടെ ആൻസർ ട്യൂസ്ഡേ ആയിരിക്കും. 3 ആണെങ്കിൽ വെനസ്ഡേ ആയിരിക്കും. ആ രൂപത്തിൽ. 0 ആണെങ്കിലോ സൺഡേ ആയിരിക്കും. ഓക്കെ. സോ മൺഡേ ആയിരിക്കും ഈ പറയുന്ന ഈ ഒരു ഡേറ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഗൂഗിളൊക്കെ നോക്കിയിട്ട് കൺഫേം ചെയ്യാം തന്നെയാണോ എന്നുള്ളത്, ഈ ഒരു ഡേറ്റ്. ഓക്കെ. സോ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടെത്തുന്നുണ്ടായിരിക്കാം. ഇവിടെ നോക്കുക, ഒരു സിംഗിൾ ഡേറ്റ് ആണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റത്തെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഇയർ വിൽ ഹാവ് സെയിം കലണ്ടർ ആസ് ദാറ്റ് ഓഫ് 2005? 2005ന്റെ അതേ സെയിം കലണ്ടർ വരുന്ന അടുത്തൊരു വർഷം അല്ലേ? 2005 അതേ കലണ്ടർ വരുന്ന അല്ലെങ്കിൽ വരുന്നത് ഏത് വർഷമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ സെയിം കലണ്ടർ വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാണ്. 2005 ജനുവരി 1 എന്ന് പറയുന്നത് ഒരു തിങ്കളാഴ്ചയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്ന ഏതോ ഒരു ഇയറിലും ഫസ്റ്റത്തെ ജനുവരി 1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? തിങ്കളാഴ്ച ആയിരിക്കണം. 2005 ഒരു നോൺ ലീപ്പ് ഇയർ ആണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അടുത്തൊരു ഇയറും എന്തായിരിക്കണം? നോൺ ലീപ്പ് ഇയർ ആയിരിക്കണം. ഓക്കെ. അങ്ങനെ എല്ലാം കൊണ്ടും സെയിം. ആകെ ഇയർ മാത്രമേ ഡിഫറൻസ് പാടുള്ളൂ. ഇത് 2005 ആണെങ്കിൽ അത് വേറൊരു ഇയർ ആണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ പാടുള്ളൂ. ഏത് ഡേ എടുത്താലും ബാക്കിയൊക്കെ എന്താണ്? സെയിം ആവണം. അതാണ് സെയിം കലണ്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനുശേഷം ഇതിനെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങളും കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 2005 എന്ന് പറയുന്നത് നോൺ ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആണ് പരിപാടി. റിസ്ക് ഒന്നുമില്ല. നമുക്ക് ഡയറക്ട്ലി ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ 2005 നോൺ ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ചെയ്യേണ്ടത് 2005 നോൺ ലീപ്പ് ഇയർ ആണ്. അതിൽ എത്ര ഓഡ് ഡേ ഉണ്ട്? ഒരു ഓഡ് ഡേ ആണുള്ളത്. ഇനി 2006 അതും നോൺ ലീപ്പ് ഇയർ ആണ്, ഒരു ഓഡ് ഡേ. 2007 അതും നോൺ ലീപ്പ് ഇയർ ആണ്, ഒരു ഓഡ് ഡേ. 2008 അത് ലീപ്പ് ഇയർ ആണ്, 2 ഓഡ് ഡേ. ഇതിങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. 1 2 3 4 5. അത് കറക്റ്റ് 7ന്റെ മൾട്ടിപ്പിൾ ആവുന്നിടത്ത് നിർത്താം. ഓക്കെ. അപ്പോൾ 5 ആയിട്ടുള്ളൂ. 2009 ഒരു ഓഡ് ഡേ. 2010 ഒരു ഓഡ് ഡേ. അപ്പോൾ എത്രയായി? 1 2 3 4 5 6 7. ദാറ്റ് മീൻസ് ഇവിടെ എത്തുന്ന സമയത്ത് 0 ഓഡ് ഡേ ആയി. 7 ഓഡ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി അറിയാം വീക്ക് ഫില്ലായി 0 ഓഡ് ഡേ ആണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടുള്ള ഇയർ, അതായത് 2011 എന്തായിരിക്കും? 2005ന്റെ സെയിം ഇയർ ആയിരിക്കും. 2011. ഓക്കെ. ഇനി നിങ്ങൾ ചില കേസിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുക. കറക്റ്റ് നിങ്ങൾക്ക് 7 കിട്ടി. ഓഡ് ഡേ ഫില്ലായി. അപ്പോൾ നിങ്ങൾ ഒരു അടുത്തൊരു ഇയർ
നോക്കുമ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ഇയർ നോൺ ലീപ്പ് ഇയർ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇയർ ലീപ്പ് ഇയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക അങ്ങനത്തെ കേസിൽ? പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോവുക. അതാണ് ആൻസർ എന്ന് പറഞ്ഞിരിക്കരുത്. ഒരു നോൺ ലീപ്പ് ഇയറിന്റെ അതേ സെയിം കലണ്ടർ വരുന്നത് ഒരു ലീപ്പ് ഇയർ ആൻസർ ആവില്ല. അപ്പൊ എന്ത് ചെയ്യുക? പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോവുക. ആ പ്രോസസ്സ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ പിന്നെ 14ൽ എത്തുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ 14ൽ കിട്ടില്ലെങ്കിൽ 21ൽ നോക്കുക. ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക? ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ ഇതൊരു നോൺ ലീപ്പ് ഇയറിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി ലീപ്പ് ഇയർ ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ് 2004 ശേഷം അതേ കലണ്ടർ ഫോളോ ചെയ്യുന്ന അടുത്തൊരു ഇയർ ഏതാണ്? നിങ്ങൾ ഡയറക്ട്ലി 28 ആഡ് ചെയ്താൽ മതി. ഡയറക്ട്ലി 28 ആഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് 2032 ആയിരിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? നേരത്തെ ചെയ്തതുപോലെ ആ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ 1772 ഈ ഒരു വർഷം ഇതൊരു ലീപ്പ് ഇയർ ആണ്. ഓക്കെ, 1772 ഒരു ലീപ്പ് ഇയർ ആണ്. ഇതിന് ശേഷം ഇതേ സെയിം കലണ്ടർ വരുന്ന ഇയർ ഏതാണെന്നുള്ളത് നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലീപ്പ് ഇയർ ആവുന്ന സമയത്ത് +28 ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ വേഗം 28 + 28 ചെയ്യും, നിങ്ങൾക്ക് ആൻസർ 1800 കിട്ടും. ഇത് ലീപ്പ് ഇയർ ആണ്. പക്ഷെ ഇതെന്താണ്? ലീപ്പ് ഇയർ ആണോ? നമ്മൾ പറഞ്ഞു സെഞ്ചുറി ഇയേഴ്സ്, ലാസ്റ്റ് 2 0 വരുന്ന ഇയേഴ്സിൽ എന്താണ്? ഒരിക്കലും അത് ലീപ്പ് ഇയർ ആവില്ല. എങ്ങനെയാണെങ്കിൽ 400ന്റെ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ ലീപ്പ് ഇയർ ആവണമെങ്കിൽ അത് 400ന്റെ മൾട്ടിപ്പിൾ ആവണം, അല്ലെങ്കിൽ 400 കൊണ്ട് ഡിവിസിബിൾ ആവണം. ഇവിടെ 400 കൊണ്ട് ഡിവിസിബിൾ അല്ല. 1600 പിന്നെ 2000 വരുള്ളൂ. 1800 എന്തല്ല? ലീപ്പ് ഇയർ അല്ല. അപ്പൊ അങ്ങനെ ഇൻ കേസ് നിങ്ങളെ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ 28ന്റെ പകരം എന്താ ആഡ് ചെയ്യേണ്ടത്? 40 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1772ലേക്ക് 40 ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവുക? നിങ്ങൾക്ക് 1812 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. ഇതായിരിക്കും നെക്സ്റ്റ് സെയിം കലണ്ടർ വരിക. അപ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ആകെ തുക എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ക്ലോക്കിന്റെ കേസിൽ മിനിറ്റ് ഹാൻഡും അതുപോലെ തന്നെ അവർ ഹാൻഡും ഇതിന്റെ ആംഗിൾസ് അതിന് ബേസ് ചെയ്തൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിറർ ഇമേജ്, അതിന്റെ സമയവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ കലണ്ടർ ബേസിൽ ഓഡ് ഡേ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ 2 ഡേറ്റ് തരുന്ന ക്വസ്റ്റ്യനുകളിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഒന്നിനെ ബേസ് ചെയ്തിട്ട് മറ്റേലേക്ക് എത്ര ഓഡ് ഡേ ഉണ്ട് എന്നുള്ളത് നോക്കുക, അതിനെ ബേസ് ചെയ്ത് ചെയ്യുക. ഇനി ഒരു ഡേ മാത്രം വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സെയിം കലണ്ടർ വരുന്ന ഇയർ എങ്ങനെയാണ് നോക്കുക എന്നുള്ളതും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു 4 or 5 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷെ അത് നോക്കി പഠിച്ചാൽ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വളരെ ഈസിലി പിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സെഷനിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2003 മാർച്ച് 20. ഓക്കെ, 2003 മാർച്ച് 20 ഇത് ഏത് ഡേ ആണെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഏത് ഡേ ആണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. സോ മാറ്റിന്റെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.